നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC പരീക്ഷകൾക്ക് സാധാരണയായി ചോദിച്ചു വരുന്ന കുറച്ച് എഴുത്തുകാരെയും അവരുടെ കൃതികളുമാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചോദ്യങ്ങൾ നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 15ാമത് ബഷീർ അവാർഡിന് അർഹമായ M. മുകുന്ദന്റെ കൃതി. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 15ാമത് ബഷീർ അവാർഡിന് അർഹമായ M. മുകുന്ദന്റെ കൃതി. നൃത്തം ചെയ്യുന്ന കുട്ടികൾ. നൃത്തം ചെയ്യുന്ന കുട്ടികൾ എന്ന കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 15ാമത് ബഷീർ അവാർഡിന് അർഹമായ M. മുകുന്ദന്റെ കൃതി. അടുത്ത ചോദ്യം. ശ്രീകുമാരൻ തമ്പിക്ക് 2023 47ാമത് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി. ശ്രീകുമാരൻ തമ്പിക്ക് 2023 47ാമത് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയാണ് ശ്രീകുമാരൻ തമ്പിക്ക് 2023 47ാമത് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി. ജീവിതം ഒരു പെൻഡുലം. അടുത്ത ചോദ്യം. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര്? അരുൺ അലോഷ്യസ്. അരുൺ അലോഷ്യസ് ആണ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത്. ഈ ചോദ്യം ഇക്കഴിഞ്ഞ ഫാം വർക്കർ എക്സാമിന് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം കോവളത്ത് കടലിൻ്റെ അടിയിൽ വെച്ചാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അടുത്ത ചോദ്യം. റിപ്പബ്ലിക്കിന്റെ ഭാവി, പരാജയപ്പെട്ട കമ്പോള ദൈവം എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ്. MB രാജേഷ്. റിപ്പബ്ലിക്കിന്റെ ഭാവി, പരാജയപ്പെട്ട കമ്പോള ദൈവം എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് MB രാജേഷ്. അടുത്ത ചോദ്യം. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി അധികാരത്തിൽ എത്തിയതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 70 കൃതികളിൽ ഇടം നേടിയ അരുന്ധതി റോയിയുടെ കൃതി. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി അധികാരത്തിലെത്തിയതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 70 കൃതികളിൽ ഇടം നേടിയ അരുന്ധതി റോയിയുടെ കൃതി. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ് ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി അധികാരത്തിൽ എത്തിയതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 70 കൃതികളിൽ ഇടം നേടിയ അരുന്ധതി റോയിയുടെ കൃതി. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അടുത്ത ചോദ്യം. കേരള സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ കേരളീയ ഭാഷാ സാഹിത്യ പുരസ്കാരത്തിന് A. സജികുമാറിനെ അർഹനാക്കിയ കൃതി. കേരള സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ കേരളീയ ഭാഷാ സാഹിത്യ പുരസ്കാരത്തിന് A. സജികുമാറിനെ അർഹനാക്കിയ കൃതി. കൊടുങ്കാറ്റ് ഉറങ്ങുന്ന കടൽ. കൊടുങ്കാറ്റ് ഉറങ്ങുന്ന കടൽ എന്ന കൃതിയാണ് കേരള സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ കേരളീയ ഭാഷാ സാഹിത്യ പുരസ്കാരത്തിന് A. സജികുമാറിനെ അർഹനാക്കിയ കൃതി. കൊടുങ്കാറ്റ് ഉറങ്ങുന്ന കടൽ. അടുത്ത ചോദ്യം. ഹിസ്റ്ററി ലിബറേറ്റഡ് ദി ശ്രീചിത്ര സാഗ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ലിബറേറ്റഡ് ദി ശ്രീചിത്ര സാഗ എന്ന പുസ്തകം രചിച്ചത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടേതാണ് ഹിസ്റ്ററി ലിബറേറ്റഡ് ദി ശ്രീചിത്ര സാഗ എന്ന പുസ്തകം. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയെ 2024 രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം. അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ KR മീരയുടെ നോവൽ. അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ KR മീരയുടെ നോവൽ. ഘാതകൻ. ഘാതകൻ എന്ന നോവലാണ് അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ KR മീരയുടെ നോവൽ. അടുത്ത ചോദ്യം.
സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയം ഹിഡൻ ഹിസ്റ്ററീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയം ഹിഡൻ ഹിസ്റ്ററീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷിൻ്റെ പുസ്തകമാണ് സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയം ഹിഡൻ ഹിസ്റ്ററീസ്. അമിതാവ് ഘോഷാണ് ഇതിൻ്റെ രചയിതാവ്. അടുത്ത ചോദ്യം, 2023 ജനുവരിയിൽ പുറത്തിറങ്ങിയ ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ്റെ ആത്മകഥ. 2023 ജനുവരിയിൽ പുറത്തിറങ്ങിയ ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ്റെ ആത്മകഥ സ്പെയർ എന്ന ആത്മകഥയാണ് 2023 ജനുവരിയിൽ പുറത്തിറങ്ങിയ ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ്റെ കഥ സ്പെയർ. ലോകത്ത് വേഗത്തിൽ വിറ്റഴിക്കപ്പെട്ട നോൺ ഫിക്ഷൻ പുസ്തകം എന്ന ഗിന്നസ് റെക്കോർഡും ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതൊരു പോയിന്റാണ്. ലോകത്തിലെ വേഗത്തിൽ വിറ്റഴിക്കപ്പെട്ട നോൺ ഫിക്ഷൻ പുസ്തകം എന്ന ഗിന്നസ് റെക്കോർഡും ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, കോമൺ യെറ്റ് അൺകോമൺ എന്നത് ആരുടെ കഥാസമാഹാരമാണ്? കോമൺ യെറ്റ് അൺകോമൺ എന്നത് ആരുടെ കഥാസമാഹാരം ആണ്? സുധാമൂർത്തിയുടെ കഥാസമാഹാരമാണ് കോമൺ യെറ്റ് അൺകോമൺ. അപ്പോൾ കോമൺ യെറ്റ് അൺകോമൺ ആരുടെ കഥാസമാഹാരമാണ്? സുധാമൂർത്തി. അടുത്ത ചോദ്യം, ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ. ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ ധ്വനിപ്രയാണം ആണ് ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ ധ്വനിപ്രയാണം. അടുത്ത ചോദ്യം, താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രൊഫസർ അമർത്യ സെൻ ആണ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രൊഫസർ അമർത്യ സെൻ. ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ആശാലതയാണ്. ഈ പുസ്തകം വിവർത്തനം ചെയ്തിരിക്കുന്നത് ആശാലതയാണ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രൊഫസർ അമർത്യ സെൻ. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചേക്കുട്ടി എന്ന നോവലിൻ്റെ രചയിതാവ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചേക്കുട്ടി എന്ന നോവലിൻ്റെ രചയിതാവ് സേതുമാധവൻ. സേതുവിൻ്റെതാണ് കേരള സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചേക്കുട്ടി എന്ന നോവൽ. അപ്പോൾ ഇതാരാ രചിച്ചത്? സേതു. കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചേക്കുട്ടി എന്ന നോവലിൻ്റെ രചയിതാവ് സേതു. അടുത്ത ചോദ്യം, ISRO ചെയർമാൻ എസ് സോമനാഥിൻ്റെ ആത്മകഥ. ISRO ചെയർമാൻ എസ് സോമനാഥിൻ്റെ ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നുള്ളതാണ് ISRO ചെയർമാൻ എസ് സോമനാഥിൻ്റെ ആത്മകഥ. വിവാദങ്ങളെ തുടർന്ന് ഇത് പിൻവലിക്കുകയുണ്ടായി ഈ ആത്മകഥ. അടുത്ത ചോദ്യം, മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകം. മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകം ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ്. ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ്. അപ്പം മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകം ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദ ഏജസ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥ. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥ അതിജീവനം ആണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥ അതിജീവനം. അടുത്ത ചോദ്യം, 2023 നവംബറിൽ പ്രകാശനം ചെയ്ത PS ശ്രീധരൻ പിള്ളയുടെ 200ാമത് പുസ്തകം. 2023 നവംബറിൽ പ്രകാശനം ചെയ്ത PS ശ്രീധരൻ പിള്ളയുടെ 200ാമത് പുസ്തകമാണ് വാമന വൃക്ഷകല എന്നതാണ് 2023 നവംബറിൽ പ്രകാശനം ചെയ്ത PS ശ്രീധരൻ പിള്ളയുടെ 200ാമത് പുസ്തകം വാമന വൃക്ഷകല.
അടുത്ത ചോദ്യം, അടുത്തിടെ പ്രസിദ്ധീകരിച്ച കുമാരനാശാന്റെ നളിനി വിശുദ്ധ അനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. കുമാരനാശാന്റെ നളിനി വിശുദ്ധ അനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം.കെ. സാനു. എം.കെ. സാനുവിൻ്റെതാണ് ഈ അടുത്തിടെ പ്രസിദ്ധീകരിച്ച കുമാരനാശാന്റെ നളിനി വിശുദ്ധ അനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി എന്ന പുസ്തകം. എം.കെ. സാനു. അടുത്ത ചോദ്യം, 18ാമത് പി. കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയ ദസ്തയേവ്സ്കി ഭൂതാവിഷ്ടന്റെ ഛായാപടം എന്ന കൃതിയുടെ രചയിതാവ്. 18ാമത് പി. കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയ ദസ്തയേവ്സ്കി ഭൂതാവിഷ്ടന്റെ ഛായാപടം എന്ന കൃതിയുടെ രചയിതാവ് പി. കെ. രാജശേഖരൻ. പി. കെ. രാജശേഖരനാണ് 18ാമത് പി. കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയ ദസ്തയേവ്സ്കി ഭൂതാവിഷ്ടന്റെ ഛായാപടം എന്ന കൃതിയുടെ രചയിതാവ് പി. കെ. രാജശേഖരൻ. അടുത്ത ചോദ്യം, 2023 പ്രകാശനം ചെയ്ത വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി വിജയനഗരം എന്ന നോവലിന്റെ രചയിതാവ്. ഇപ്പൊ വിക്ടറി സിറ്റി എന്ന നോവലിന്റെ രചയിതാവാരാണ്? സൽമാൻ റുഷ്ദി. അപ്പോൾ 2023 പ്രകാശനം ചെയ്ത വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി എന്ന നോവലിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദി. അടുത്ത ചോദ്യം, ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥ പൊളിച്ചെഴുത്ത്. ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയുടെ പേര് പൊളിച്ചെഴുത്ത്. അടുത്ത ചോദ്യം, രമേശ് ചെന്നിത്തലയുടെ ജീവചരിത്രമായ രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? രമേശ് ചെന്നിത്തലയുടെ ജീവചരിത്രമായ രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം രചിച്ചത് സി.പി. രാജശേഖരനാണ്. സി.പി. രാജശേഖരനാണ് രമേശ് ചെന്നിത്തലയുടെ ജീവചരിത്രമായ രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം രചിച്ചത് സി.പി. രാജശേഖരൻ. അടുത്ത ചോദ്യം, ദ്രൗപദി മുർമുവിന്റെ ജീവചരിത്രമായ മാഡം പ്രസിഡന്റ് ബയോഗ്രഫി ഓഫ് ദ്രൗപദി മുർമു എന്ന പുസ്തകം രചിച്ചത് സന്ദീപ് സാഹു. സന്ദീപ് സാഹു ആണ് ദ്രൗപദി മുർമുവിന്റെ ജീവചരിത്രമായ മാഡം പ്രസിഡന്റ് ബയോഗ്രഫി ഓഫ് ദ്രൗപദി മുർമു എന്ന പുസ്തകം രചിച്ചത് സന്ദീപ് സാഹു. അടുത്ത ചോദ്യം, ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? പ്രഭാവർമ്മ. പ്രഭാവർമ്മയുടേതാണ് ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം. പ്രഭാവർമ്മ. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. അപ്പൊ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടെ ആത്മകഥയാണ്? മാധവ് ഗാഡ്ഗിൽ. അടുത്ത ചോദ്യം, പി.എഫ്. മാത്യൂസിനെ ഒ.വി. വിജയൻ പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതി ഏതാണ്? പി.എഫ്. മാത്യൂസിനെ ഒ.വി. വിജയൻ സ്മാരക പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതി ഏതാണ്? മുഴക്കം. മുഴക്കം എന്ന ചെറുകഥാ സമാഹാരമാണ് പി.എഫ്. മാത്യൂസിനെ ഒ.വി. വിജയൻ സ്മാരക പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതി. മുഴക്കം. അടുത്ത ചോദ്യം, മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് എം.കെ. സാനു. എം.കെ. സാനു ആണ് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത്. എം.കെ. സാനു. അടുത്ത ചോദ്യം, 2023 ജെ.സി.ബി. സാഹിത്യ പുരസ്കാരം ലഭിച്ച പെരുമാൾ മുരുകന്റെ തമിഴ് പുസ്തകം. 2023 ജെ.സി.ബി. സാഹിത്യ പുരസ്കാരം ലഭിച്ച പെരുമാൾ മുരുകന്റെ തമിഴ് പുസ്തകം ആലണ്ടപ്പാച്ചി. ആലണ്ടപ്പാച്ചി എന്ന പുസ്തകത്തിനാണ് 2023 ജെ.സി.ബി. സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പെരുമാൾ മുരുകൻ എഴുതിയ ആലണ്ടപ്പാച്ചി. ഇതിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബേർഡിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബേർഡിനാണ് പുരസ്കാരം ലഭിച്ചത്. ജെ.സി.ബി. പുരസ്കാരം ലഭിച്ചത് ആലണ്ടപ്പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബേർഡിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്.
അപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തവരാണ് ജനനി കണ്ണൻ. അടുത്ത ചോദ്യം, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫ് അലിയുടെ ആത്മകഥ. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫ് അലിയുടെ ആത്മകഥ. സെക്കൻഡ് ഹാഫ് ആണ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫ് അലിയുടെ ആത്മകഥ, സെക്കൻഡ് ഹാഫ്. അടുത്ത ചോദ്യം, ഇന്ദ്രധനുസ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഇന്ദ്രധനുസ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. നമ്മുടെ ചലച്ചിത്ര താരം ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. അടുത്ത ചോദ്യം, 2023 ബുക്കർ പുരസ്കാരത്തിന് അർഹനായ ഐറിഷ് എഴുത്തുകാരൻ ആരാണെന്നാണ്? 2023 ബുക്കർ പുരസ്കാരത്തിന് അർഹനായ ഐറിഷ് എഴുത്തുകാരൻ പോൾ ലിഞ്ച് ആണ് 2023 ബുക്കർ പുരസ്കാരത്തിന് അർഹനായ ഐറിഷ് എഴുത്തുകാരൻ. പ്രോഫറ്റ് സോങ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഏതിനാണ് പുരസ്കാരം ലഭിച്ചത്? പ്രോഫറ്റ് സോങ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആരാണ് 2023 ബുക്കർ പുരസ്കാരത്തിന് അർഹനായ ഐറിഷ് എഴുത്തുകാരൻ? പോൾ ലിഞ്ച്. അടുത്ത ചോദ്യം, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്ത്? കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? കാലം സാക്ഷി. അപ്പോൾ കാലം സാക്ഷി എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. അടുത്ത ചോദ്യം, ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പി.ടി. ചാക്കോ രചിച്ച പുസ്തകം ഏതാണ്? തുറന്നിട്ട വാതിൽ. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പി.ടി. ചാക്കോ രചിച്ച പുസ്തകം തുറന്നിട്ട വാതിൽ. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പി.ടി. ചാക്കോ രചിച്ച പുസ്തകം തുറന്നിട്ട വാതിൽ. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റിൽ പ്രകാശനം ചെയ്ത ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ടവീതിയിലെ പെൺജ്വാല എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ടവീതിയിലെ പെൺജ്വാല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബഷീർ ചുങ്കത്തിന്റെ പുസ്തകമാണ് 2023 പ്രകാശനം ചെയ്ത ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ടവീതിയിലെ പെൺജ്വാല എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? ബഷീർ ചുങ്കത്ത്. അടുത്ത ചോദ്യം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എക്സൈസ് വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി പുറത്തിറക്കിയ പുസ്തകം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എക്സൈസ് വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി പുറത്തിറക്കിയ പുസ്തകം. തെളിവാനം വരയ്ക്കുന്നവർ എന്ന പുസ്തകമാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എക്സൈസ് വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി പുറത്തിറക്കിയ പുസ്തകം. തെളിവാനം വരയ്ക്കുന്നവർ. അടുത്ത ചോദ്യം, താക്കോൽ എന്ന നോവലിന്റെ രചയിതാവ്. അപ്പോൾ താക്കോൽ എന്ന നോവലിന്റെ രചയിതാവാരാണ്? ആനന്ദാണ് താക്കോൽ എന്ന നോവലിന്റെ രചയിതാവ്. ആനന്ദ്. അടുത്ത ചോദ്യം, വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലം ആക്കിയ പി. വത്സലയുടെ നോവൽ ത്രയം. അപ്പം നോവൽ ത്രയമാണ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പി. വത്സലയുടെ നോവൽ ത്രയമാണ് നെല്ല്, ആഗ്നേയം, കൂമംകൊല്ലി എന്നിവയാണ് വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കിയ പി. വത്സലയുടെ നോവൽ ത്രയം. നെല്ല്, ആഗ്നേയം, കൂമൻകൊല്ലി. അടുത്ത ചോദ്യം, മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ ആത്മകഥ. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നതാണ് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ ആത്മകഥ. ഏതാണ്? മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. അടുത്ത ചോദ്യം, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ 2023 അക്ഷര പുരസ്കാരത്തിന് അർഹമായ എം മുകുന്ദന്റെ ആദ്യ ബാല്യസാഹിത്യകൃതി. അപ്പോൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ 2023 അക്ഷര പുരസ്കാരത്തിന് അർഹമായ എം മുകുന്ദന്റെ ആദ്യ ബാലസാഹിത്യകൃതി മുകുന്ദേട്ടന്റെ കുട്ടികൾ. അപ്പം മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്നതാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ 2023 അക്ഷര പുരസ്കാരത്തിന് അർഹമായ എം മുകുന്ദന്റെ ആദ്യ ബാലസാഹിത്യകൃതി മുകുന്ദേട്ടന്റെ കുട്ടികൾ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.